എന്നാ ഇറങ്ങട്ടെ. എന്താവശ്യമുണ്ടല്ലോ വിളിക്കണം കേട്ടോ. എന്ത് നല്ല സ്വഭാവം. ഒരപകടം വന്നപ്പോ ഓടി വന്നത് കണ്ടോ? ആ കല്യാണം നടക്കാരുന്ന് നന്നായി മുത്തശ്ശി. ഏത് കല്യാണം? സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം. അത് നടന്നിരുന്നെങ്കിലേ ഇപ്പൊ ചന്ദ്രയുടെ ഗതി ദേവികയ്ക്ക് വന്നേനെ. ചന്ദ്രയ്ക്ക് എന്തു പറ്റി? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ചന്ദ്രയെ കാണാനില്ല, കൊന്നതാണെന്ന് വരെ പറയുന്നുണ്ട്. കൊല്ലോ? ആര്? അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി. എന്തായാലും പ്രേമേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യോ, അവരിപ്പോഴേ ജയിലില്ല. എന്തൊക്കെയാ ഞാനീ കേക്കുന്നേ? ആ സിദ്ധുവിന്റെ വീട്ടുകാർ ഇത്ര കുഴപ്പക്കാരാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്നാലും ഒരു പാവം പെണ്ണോട് ഇങ്ങനെയൊക്കെ ചെയ്യോ? അല്ല, ഈ ചന്ദ്ര മരിച്ചു എന്നാരാ പറഞ്ഞത്? മരിച്ചെങ്കിൽ ബോഡി കിട്ടണ്ടേ? അത് കിട്ടിയോ? അതെനിക്കറിയില്ല. ഞാൻ പോലീസ് പറയുന്നത് വിശ്വസിക്കുന്നു. പോലീസ് പറയുന്നതാണോ അതോ ആരെങ്കിലും പോലീസിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ? അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്ക് ചോദിച്ചൂടെ? ആ വീട്ടുകാരെന്താ അത്രയ്ക്ക് മോശക്കാരാണോ? നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. അല്ലെങ്കിൽ ഇവളെന്തിനാ അവരെ ന്യായീകരിക്കുന്നേ? ഒരു കാര്യമില്ലാതെ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുവോ? എന്തോ കുഴപ്പമുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇതിന്റെ കുഴപ്പം എവിടെയാ കിടക്കുന്നതെന്ന് അറിയാമോ മുത്തശ്ശിക്ക്? ദേവിയേട്ടത്തി ചിലപ്പോ പേടും. സിദ്ധുവും ദേവിയും തമ്മിലുള്ള ബന്ധം പോലീസ് ചെയ്യാൻ തീരുമാനിച്ച അത് പ്രശ്നമാവും. ദൈവമേ, അങ്ങനെ അവര് ചെയ്യൂ ശരത്തെ? എന്തുകൊണ്ട് ചെയ്തു കൂടാ? ചത്തുമനെ അവളാണെങ്കിൽ ആശുപത്രി പോയി നിൽക്കുക. ഓ, മനോഹരനെ ഒന്ന് വിളിക്ക് പാർവതി, എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറ. അച്ഛനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട. അച്ഛൻ സമാധാനത്തോടെ ഏട്ടന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തോട്ടെ. അപ്പോ ഇതൊന്നും മനോഹരേട്ടനെ അറിയിക്കണ്ടെന്നാണോ നീ പറയുന്നത്? ഇപ്പൊ അറിയിക്കണ്ട. എടി, ദേവികയെ രക്ഷിക്കാനാ അറിയിക്കണമെന്ന് പറഞ്ഞത്. അവരെ രക്ഷിക്കാനൊക്കെ അവർക്കറിയാം. പിന്നെ അച്ഛൻ വിളിച്ചില്ല എന്നൊന്നും ആരും കരുതണ്ട. അച്ഛൻ വിളിച്ചിരുന്നു, അവര് തമ്മിൽ സംസാരിച്ചിട്ടുമുണ്ട്. അല്ല, ദേവികയും അച്ഛനും തമ്മിൽ സംസാരിച്ചത് നിത്യ എങ്ങനെ അറിഞ്ഞു? ആർക്കറിയാം? ചിലപ്പോ മനോഹരൻ ഇവളെ വിളിച്ചു കാണും. അല്ലെങ്കിൽ ദേവിക വിളിച്ചു കാണും. ചന്ദ്രയ്ക്ക് അപകടം എന്തെങ്കിലും പറ്റിക്കാണോ മോനെ? അറിയില്ലമ്മേ. പോലീസ് അന്വേഷണം കഴിഞ്ഞാലേ കൃത്യമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. അതുവരെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നതല്ല. പോലീസ് ഈ വീട്ടിൽ കയറി വരാതിരുന്ന മഹാഭാഗ്യമെന്ന് കരുതിയാൽ മതി. എന്താ ഇത്ര ആലോചിക്കാൻ? ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ആ ശരവണനെ കണ്ടിരുന്നു. അയാൾക്ക് എന്നോട് സംസാരിക്കണമായിരുന്നു, പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. സ്വാമി എന്നെ സമ്മതിച്ചില്ല. ഹോസ്പിറ്റലിൽ വെച്ചായതുകൊണ്ട് ഞാനതത്ര കാര്യമാക്കിയില്ല. ശരവണനെ കണ്ട കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല അക്ഷരെ. അയാൾ അവിടെ ഒരു ബെഡിൽ കിടക്കുമായിരുന്നു. ആ പൊന്നുമണിയെ കുറിച്ചല്ലാതെ വേറെന്തെങ്കിലും അയാൾക്ക് പറയാനുണ്ടാവും തോന്നുന്നുണ്ടോ? എന്തായാലും കേൾക്കാതെ വന്നത് ഒട്ടും ശരിയായില്ല. അതിനിയാവാലോ, അയാൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അവനെ പോലെയുള്ള കള്ളന്മാരും ഗുണ്ടകളുമായിട്ട് ഇടപഴകുമ്പോ ആ സമാധാനം പോയി കിട്ടും. അതാ എന്റെ അഭിപ്രായം. അത് വേണമെന്നൊന്ന് ആലോചിക്കും.
എന്നാലും ഒരാളൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോ അത് എന്താണെന്ന് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കണ്ടേ അപ്പച്ചി? കാണിക്കണമെന്നാ എന്റെ പക്ഷം. ചിലപ്പോ നമുക്ക് ഗുണമുള്ള എന്തെങ്കിലുമാണ് ശരവണന് പറയാനുള്ളതെങ്കിലോ? ആ, ഗുണമുള്ളതോ? അവനോ? നീയൊക്കെ ഏത് ലോകത്താടി ജീവിക്കുന്നേ? അവനെ മറന്നുകള. അവനെ പോയി കണ്ട വെറുതെ മനസ്സ് കൂടി കേടാവും. അതിന് നിൽക്കാതിരിക്കുന്നതാ നല്ലത്. അവിടെ നിക്കടി. എങ്ങോട്ടായി കേറിപ്പോന്നേ? നിനക്ക് തോന്നുമ്പോ പോകാനും വരാനും ഇത് സത്രമൊന്നുമല്ല. എന്താ നീ നോക്കി പേടിപ്പിക്കുന്നേ? ഇനി ഈ വീട്ടില് താമസിക്കാൻ പറ്റില്ല. ഇപ്പോ ഈ നിമിഷം ഇറങ്ങിക്കോണേ ഇവിടുന്ന്. ഇറങ്ങാനോ? അതെ, 30 ദിവസത്തിനുള്ളിൽ മാറി തരാന്ന് നീ തന്നെയല്ലേ വാക്ക് പറഞ്ഞു? ആ കാലാവധി കഴിഞ്ഞു. ഇനി നിനക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. അതെ, സിദ്ധുവിന്റെ ഒപ്പം അഴിഞ്ഞാടി നടക്കാനേ ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് പുറത്ത് എവിടെയെങ്കിലും പോയി താമസിക്കുന്നതായിരിക്കും. അതാവുമ്പോ പിന്നെ ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ. ഈ വീടും നീയും തമ്മിലുള്ള ബന്ധം ഇന്നത്തോടെ അവസാനിച്ചു. ഇനി നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. കേട്ടില്ലേ മുത്തശ്ശി പറഞ്ഞേ? ഇനി എന്തിനാ നിക്കുന്നേ? വേഗം ഇറങ്ങാൻ നോക്ക്. അല്ല, അതിപ്പോ അച്ഛൻ വരട്ടെ. അച്ഛൻ കൂടി ഉള്ളപ്പോ അങ്ങ് ഇറക്കി വിട്ടാ പോരെ? ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനല്ല, ഞാനാ. ഇവളെ ഇനി ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല. കുറെ നാളായി ഇവള് പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇനി അത് സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. കൊണ്ടവന്റെ വണ്ടി കയറി കറങ്ങി നടക്കാം, തോന്നുന്നിടത്തൊക്കെ പോവുകയും ചെയ്യാം.